നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം. ഏതൊക്കെയാണ് ആ 3 റൗണ്ട്സ്? ഞങ്ങളുടെ അടുത്താണ് ഒന്ന് കുടുംബം, ഒന്ന് കുടുംബം, കുട്ടികൾ, ഓക്കെ, ഫാമിലി റൗണ്ട്, പിന്നെ ഒന്ന് നാടൻ പാട്ട്, പിന്നെ ഒന്ന് മറ്റേ റിസ്കി റൗണ്ട്, ശ്രുതി കട്ടാവുന്ന ക്ലിക്ക് മാത്രം വെച്ചിട്ട് പാടേണ്ട റൗണ്ട്. അതൊരെണ്ണം നമുക്ക് ശരത് സാറിന് ഒരു ടാസ്ക് കൊടുക്കാം അല്ലേ ഷാനിക്ക? ഓക്കെ, റെഡി അല്ലേ? ചെയ്തന്നെ എപ്പോഴെങ്കിലും റൗണ്ട് കഴിഞ്ഞിട്ട് ചെയ്ത. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് പെർഫോമൻസ് ചാലഞ്ച് റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മുടെ ടാലന്റ് അർജുൻ. അവൻ തെറ്റിക്കാതിരുന്നാ മതിയായിരുന്നു. വിളിക്കട്ടെ. So let's welcome അർജുൻ. ചാർത്തി പ്രകൃതി ചിരി കോർത്തു നിന്റെ വികൃതി, നിറമാല ചാർത്തി പ്രകൃതി ചിരി കോർത്തു നിന്റെ വികൃതി, വളരുന്നിതോണ ഭംഗി പൂവിളികളെങ്ങും പൊങ്ങി, വളരുന്നിതോണ ഭംഗി പൂവിളികളെങ്ങും പൊങ്ങി, എന്നിൽ നിന്നോർമ്മയും പൂക്കളം തീർപ്പു മറയാകെ മധുരം ഉറഞ്ഞുകൂടും നിമിഷം, ഉണരുമീ
താങ്ക് യു. ഉണരുമീ ഗാനം. അർജു, എന്തോ എടാ ടാലന്റ് എങ്ങനെയുണ്ടായി ചാലഞ്ച്? അത് വല്ലാത്ത ചാലഞ്ച് ആയിപ്പോയി. ഇത് വല്ലാത്ത ചാലഞ്ച് ആയിപ്പോയി. എന്നാലും എങ്ങനെയുണ്ടായിരുന്നു? നീ എങ്ങനെ പെർഫോം ചെയ്തു? നല്ലോണം പാടി. ഓർക്കസ്ട്ര ഉള്ളപ്പോ പാടാനാണോ എളുപ്പം, അല്ലാത്തപ്പോഴാണോ എളുപ്പം? അല്ലാത്തപ്പോഴാണ് എളുപ്പം. ഓക്കെ, നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. ശരത് സർ. മക്കളെ ചക്കരെ, എന്തോ ഉഗ്രം പാട്ട് മോനെ. മോൻ നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സാർ. ഇത് ആരൊക്കെയാന്നുള്ളത് പറ. ചാലഞ്ചിന്റെ കാര്യം പിന്നെ പറയാം. ഇതിന്റെ സംഗീത സംവിധായകൻ ആരാണ്, പിന്നെ പൊക്കിയെടുത്ത് അങ്ങ് എറിയും കണ്ടത്തില് കേട്ടാ. അയ്യോ അറിയായിരുന്നു. മോന്റെ കൂടെ പഠിച്ചാണോ? അല്ല, അത് ഇത്ര അറിയാമായിരുന്നും പെട്ടെന്ന് പറഞ്ഞു പോയതിന്റെ ചോദിച്ചതാ. എടാ അതെങ്ങനെ മറക്കൂടാ? നിന്റെ ഭാഗ്യം. മക്കളെ, ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫൈനസ്റ്റ് കമ്പോസേഴ്സിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. പെട്ടെന്ന് പോയോ? അതങ്ങനെ മറക്കാൻ പറ്റുന്ന ഒരു പേരുമല്ല. ഈ വേറെ എന്തൊക്കെ മറന്നു പോയാലും നമ്മളെ തന്നെ മറന്നാൽ തന്നെ ഈ പേരൊന്നും മറക്കത്തില്ല മനസ്സിൽ നിന്ന്. നിനക്ക് സംഗീതം ഇഷ്ടമാണെങ്കിൽ ശ്രീകുമാർ ശ്രീകുമാരൻ നമ്പിയാണോ? ശരി, നമ്മളെ പാറു പറയട്ടെ. ഇളയരാജ സർ. കാര്യം നല്ല ഒരു വിവരമുള്ള ആങ്കറാണ്. നമുക്ക് കുറേ സന്തോഷമാണ്. അതൊന്നും മറക്കരുത് മക്കളെ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ പാട്ട് ഇവിടെ വന്ന് പാടാൻ അവർ ഇത് എഴുതിയ ആളും ഇത് കമ്പോസ് ചെയ്ത ആളും ഇത് പാടിയ ആളൊക്കെ അല്ലേ കാരണം. ഉഗ്രം പാട്ട്, അസാധ്യ പാട്ട്. മോൻ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. അവിടെ മോനെ അനുപല്ലവി ആ പുളകൊക്കെ ചേരണം അവിടെ. നമ്മൾ ഓരോ നോട്ട് പാടുന്നതും വളരെ കൃത്യമായിട്ട് ചേർക്കുക. നമ്മൾ പ്രധാനമായിട്ട് ഈ ഒരു റൗണ്ടിൻ്റെ പ്രത്യേകത അതാണ്. ശ്രുതി ഇല്ലാത്ത സമയത്തും നമ്മൾ ആ ശ്രുതി മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ പാടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മോൻ, എനിക്ക് നീ ചരണം പാടി തുടങ്ങിയപ്പോൾ നിനക്ക് ഫ്ലാറ്റ് ആവാൻ ഒരു ടെൻഡൻസി എനിക്ക് ഫീൽ ചെയ്തു. എന്ത് ചെയ്യും ദൈവമേ. ഞാൻ ഉള്ള പഴവങ്ങാടി ഗണപതിക്ക് 102 തേങ്ങ ഏക്കത്തെ നേർന്ന് പൈസ തന്നേക്കണം അച്ഛൻ്റെ ഇതിന് മേടിച്ചിട്ടാ. അപ്പം എനിക്കിനി തേങ്ങ മേടിക്കാൻ പൈസ ഒന്നുമില്ല. അപ്പോൾ മോനെ വിചാരിച്ചു. പക്ഷേ നീ കറക്റ്റായിട്ട് വന്ന് വലിയ ഡാമേജിങ് അല്ലാതെ കൃത്യമായിട്ട് പാടി. അതിൽ കുറേ സന്തോഷം. കാരണം അത്രയ്ക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. കുട്ടികളെല്ലാം നിങ്ങളുടെയൊക്കെ ബ്രെയിൻ അത്ര ഫ്രഷ് അല്ലേ. അപ്പം അത് തകർക്ക്. മോനെ, എനിക്ക് ഒരു സംശയമുള്ളത് ഇതിൻ്റെ ഇടയ്ക്ക്. എന്നിലെ എന്നെ ഒന്ന് പാടാമോ? എന്നിലെ എന്നെ കാണുമോ ഞാൻ നിന്നിൽ. അത് കഴിഞ്ഞിട്ട് വിടർന്നു 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 മരുഭൂമിൻ എരിവേലിലും പൂക്കൾ. ഗുഡ്. മോനെ, അത് പ്രധാനമായിട്ട് നോക്കണം. രാജാസാറിൻ്റെ ചില ഐറ്റങ്ങൾ അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്ന തന്നെ പാടണം. അതാണ് അതിൻ്റെ ഒരു സംഭവ ബഹുലമായിട്ടുള്ള കാര്യം കേട്ടോ. അത് ഞാനത് നീ ഇവനെ അങ്ങനെ അതുപോലെ തന്നെ ചരണത്തിലും അതുണ്ടായിരുന്നു. അത് തന്നെ പാടിയേക്കുന്നത് കേട്ടോ. അത് സ്ട്രെയിറ്റ് ബെൻഡാണ്, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നല്ല മനോഹരമായിട്ടുള്ള ഒരു പാട്ട്. പ്രത്യേകിച്ച് പ്രധാനമായിട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളുടെ പേര് മറന്നിട്ട് വരികയും കൂടെ ചെയ്തപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് രോമാഞ്ചമുണ്ടായി. ഷാനിക്ക, ഞാൻ സ്റ്റുഡിയോ കണ്ടു ചെന്നൈയിൽ പോയപ്പോ. ശരത് സാർ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞു, പാറു റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കിക്കോടാ, നിനക്ക് പരിചയമുള്ള ആരെങ്കിലും പേര് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കപ്പോ ഇളയരാജ അത് കാണിച്ചു തന്നു. അത് കാണുമ്പോൾ തന്നെ ഒരു വൈബാണ് കേട്ടോ. അത് നമുക്കൊരു വികാരം. മക്കളെ, എന്തൊക്കെയാലും ഇനി മറക്കരുത് കേട്ടോ, ആരാണെങ്കിലും. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ശ്രീനി സർ. അയ്യ അണ്ണാച്ചി, എനിക്കറിയാം, പക്ഷെ നമ്മുടെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അണ്ണാച്ചിക്ക് ഈ ഒരു പാട്ടുമായിട്ടൊരു വല്ലാത്ത ബന്ധമുണ്ട്. അത് മാത്രമല്ല, വളരെ ഒരു ട്രാജിക് സ്റ്റോറിയുണ്ട്. അപ്പൊ അത് പറഞ്ഞിട്ട് ഈ കുഞ്ഞിന്റെ കാര്യം പറയും. ട്രാജിക് ഒന്നുമല്ല. അല്ല, അത് പിടിക്കുന്നു. ഇയാൾ ഉഗ്രനായി പാടിയ കേട്ടാ അർജുൻ. കഴിഞ്ഞ തവണയും ഞാൻ വന്നപ്പോൾ അസാധ്യമായിട്ട് പാടിയ ഒരു കണ്ടസ്റ്റന്റ് ആണ്. I don't remember what you sang, but you sang it so well. അത് വേണുവിന്റെ പാട്ട് തന്നെ വീണ്ടും. He was fantastic. എന്തൊരു ടാലന്റ് ആണ്. അതാണ് തോന്നുന്നത്. അത് ഒരുക്കും എന്തിനാണ് അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. അത് കുഴപ്പമില്ല. അത് അർജുന്റെ സ്റ്റൈലായിരിക്കും പ്രൊണൗൺസിയേഷൻ. ഒരുകുമെൻ അത്രയല്ലേ ഉള്ളൂ. ഒരുക്കുമെൻ അങ്ങനെ ഉരുകുമെൻ എന്നല്ല, ഉരുക്കുമെൻ ഉള്ള അല്ല മക്കളെ, ആണോ? അപ്പൊ അത് അണ്ണൻ പറഞ്ഞാൽ വളരെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് പറയാൻ മറന്നുപോയതാ. ഉരുക്കുമെൻ എന്നാ നീ പാടിക്കൊണ്ടിരിക്കുന്നത്. ഉരുകുമെൻ അതൊന്ന് പാടുമോ വെറുതെ?
ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളിൽ. മച്ച് ബെറ്റർ യു ആർ ഫാന്റാസ്റ്റിക് മാൻ. താങ്ക് യു സാർ. എനിക്ക് വലിയ ഇഷ്ടമായി ഈ പാട്ടും എൻ്റെ ലൈഫായിട്ട് ഒരുപാട് എന്താ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു പാട്ടാണ് ഈ പാട്ട് എൻ്റെ ജീവിതത്തിൽ. ജി വേണുഗോപാലും ഞാനും എത്ര 55 കൊല്ലമായിട്ട് ഫ്രണ്ട്സാണ്. എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചാണ്, സ്കൂൾ കോളേജെല്ലാം. എൻ്റെ ഒരു കൊല്ലം ജൂനിയറാണ് വേണു. ആൻഡ് ഞങ്ങൾ ഇപ്പോഴും വി ആർ വെരി ക്ലോസ് ഫ്രണ്ട്സ്. ഞാൻ ചെന്നൈയിൽ മദ്രാസിൽ അന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെന്തോ ഐ വാസ് സംതിങ് എൽസ്. ആ സമയത്ത് വേണു റെക്കോർഡിങ്ങിന് വരുമ്പോൾ എന്നെ വിളിക്കും. അപ്പോൾ ഞാൻ ഈ റെക്കോർഡിംഗ് ഒക്കെ കാണാം. അപ്പോഴാണ് അങ്ങനെയാണ് ഈ ഡ്രീംസ് തുടങ്ങുന്നത്. തിരിച്ചും നമുക്ക് സിംഗർ ആവണ്ടേ എന്നുള്ളൊരു ഡ്രീംസ് തുടങ്ങുന്നത്. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് എനിക്ക് ഞാൻ എൻ്റെ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ എന്ന് പാടാൻ പോവുകയാണ്, നീ വരുന്ന? ഞാൻ പറഞ്ഞു ഇളയരാജയാ. ഒയ്യോ എൻ്റെ അമ്മേ, എനിക്ക് ഇളയരാജ അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം വാസ് ഇപ്പോഴും, ബട്ട് അന്നൊക്കെ എനിക്ക് ക്രേസ് എന്ന് പറഞ്ഞാൽ ഇളയരാജ എന്ന് പറഞ്ഞാൽ മരിക്കും. അങ്ങനെ ഒരു R.D. ബർമൻ, ഇളയരാജ, മെഹദി ഹസൻ, കിഷോർ കുമാർ, ഇളയരാജയുടെ റെക്കോർഡിങ് എനിക്ക് കാണണം എന്ന് പറഞ്ഞ് അങ്ങനെ പോയി. അവിടെ പോയി ഈ പാട്ട് ഇവർ അസാധ്യമായിട്ട് വായിച്ച സാധനം, ഞാൻ ആ ഒറിജിനൽ സാധനം ഞാൻ കേൾക്കുന്നു അവിടെ. ഇങ്ങനെ ആ ഇളയരാജയുടെ അങ്ങനെ ഒരു ഓറൽ ആൻഡ് ഇത് കേൾക്കുമ്പോൾ ശരിക്കും രോമാഞ്ചമാണ്. ഇന്ന് അത് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയും ഇവർ അസാധ്യമായിട്ട് വായിച്ചതുകൊണ്ട് എനിക്ക് ശരിക്കും രോമാഞ്ചം ആയിരുന്നു. ഞാൻ ഒന്ന് വിചാരിച്ചു, നമ്മൾ എന്തിനാണ് ഇത്രയൊക്കെ വൈ ഷുഡ് ഐ ഗോ വേറെ എന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്ത് എന്തെടുക്കാൻ പോവുകയാണ് നമ്മൾ ജീവിതത്തിൽ? ഇവിടെ ഈ പ്രസാദ് ഡീലക്സിന് എന്തെങ്കിലും ചായയോ എന്തെങ്കിലും കൊടുക്കാനായിട്ടൊരു ജോലി കിട്ടിയാൽ മതിയല്ലോ, ദിവസം ഈ സാധനം കേൾക്കാമല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അടുത്ത ദിവസം രാവിലെ ഞാൻ രാജാ സാറിൻ്റെ വീട്ടിൽ 6:30 മണിക്ക് പോയി. ഞാൻ അത്ര പെട്ടെന്ന് എണിക്കാത്ത ആളാണ്, പക്ഷെ അന്ന് ഞാൻ അവിടെ പോയി. രാവിലെ അവിടെ പോയിട്ട് ചായ കൊടുക്കാൻ രാജാ സാർ അങ്ങനെ ഹെഡ്ഫോണൊക്കെ ഇട്ട് ഒരു വാക്ക്മാൻ, അന്നത്തെ വാക്ക്മാൻ ഇട്ട് ഇങ്ങനെ വരുവാണ്. എന്നാ സോങ്ക സർ, എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് പാട്ട് പാടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഓക്കെ, ഗിവ് മീ എ ടേപ്പ്. കാസറ്റ് ഗിവ് മീ എ ടേപ്പ് എന്ന് പറഞ്ഞിട്ട് കാറിൻ്റെ അകത്ത് കയറി. എനിക്ക് ആ ഗിവ് മീ എ ടേപ്പ് എന്ന് പറയുമ്പോൾ എന്ത് ടേപ്പ്, നമുക്ക് ടേപ്പ് അല്ല, നമുക്കൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ എവിടേക്കോ പോയിട്ട് ഒരു കീർത്തനം പാടി, ബന്ധുരാളിയിൽ രാമൻ ആ പാട്ട് പാടി. എന്നിട്ട് മെഹദി ഹസന്റെ ആ പാട്ട് പാടി കാസറ്റിലാക്കി ഇങ്ങനെ ഓടി നടന്ന് കൊടുത്തു. ഒരു ദിവസം കൊടുത്തിട്ട് പിന്നെ അവിടെ പോയി നിൽക്കുമ്പോൾ ഒരു ദിവസം രാജാ സാർ, അന്ന് പ്രസാദ് സ്റ്റുഡിയോസ് ഡീലക്സും കമ്പോസിങ് റൂമും അവിടെയാണ്. അപ്പം അവിടെ നടന്നു പോകും ഉച്ചയ്ക്ക്. അപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സൊക്കെ പോലും അപ്പോഴാണ് നിൽക്കുന്നത്, ഇയാള് കാണാൻ പറ്റുമോ, ഡേറ്റ് ചോദിക്കണം. അപ്പോൾ ഞാൻ അവിടെ പോയി നിന്ന് വെറുതെ. അപ്പോൾ എന്നെ കണ്ടിട്ട് പുള്ളി ഇങ്ങോട്ട് വന്ന്, ശ്രീനിവാസൻ, நான் இன்ஃபார்ம் பண்ணுறேன். சார் கேட்டீங்களா சார் பாட்டு? நல்லா இருந்தது, நான் இன்ஃபார்ம் பண்ணுறேன் എന്ന് പറഞ്ഞു. എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ പോലെ ഇനി പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണമൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ ഭയങ്കര അലച്ചിലായിരുന്നു. അവിടെ പോയി കറൂർ എവിടെയോ പോയിട്ട് സിസ്റ്ററിനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് വന്ന് ഒരു ദിവസം രാത്രി 11:30 മണിക്ക് നമ്മൾ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് വീഡിയോ കാസറ്റ് കണ്ടുകൊണ്ടിരിക്കും. തൊണ്ട ഗാലി, ഒന്നും തൊണ്ട എന്ന് പറയുന്ന സാധനമില്ല, പണ്ടേ ഇല്ല. അതെ, ബെല്ല് വിളിച്ചിട്ട്, അന്ന് ഫോണൊന്നുമില്ല വീട്ടിൽ, ലാൻഡ് ലൈൻ ഇല്ല. ഒരാൾ വന്നിട്ട്, சீனிவாசன் யாரு, நீங்களா? சுப்பையா, நான் ராஜா சார் ஸ்டுடியோவில் நாளைக்கு வாய்ஸ் மிக்சிங்
വോയിസ് മിക്സിങ്. വോയിസേ ഇല്ല, വോയിസ് വോയിസ് മിസ്സിങ്. അപ്പൊ ഞാൻ വോയിസ് മിക്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞോളാം നമുക്ക്. വോയിസ് മിക്സിംഗ് എന്ന് പറഞ്ഞാൽ ഇത് റെക്കോർഡിംഗ് ആണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് തൊണ്ട சரியில்லை, நான் அங்கேருந்து வரேன், ராஜா சார் கூப்பிட்டுருக்கார், யாரையும் கூப்பிட மாட்டார் யார். അയ്യോ സാർ ഞാൻ വരാം സാർ, ഞാൻ വരാം. അപ്പോൾ അടുത്ത ദിവസം ഞാൻ പോയി സാറിനെ കണ്ടു. അന്ന് ഫുൾ മൊട്ട, അന്നെന്തോ അത് നല്ല ദിവസം നോക്കി വിളിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഒരു പുതിയ സെന്റിമെന്റ് ഒക്കെ നോക്കും സാർ. സെന്റിമെന്റ്. എന്നിട്ടും എനിക്ക് തൊണ്ട വയ്യ. ஓகே இங்கே கற்றுட்டீங்க. ഞാൻ പറഞ്ഞു பெருசாலாம் கற்றுக்கல, ഞാൻ பாட்டுனா அவ்வளோ பிடிக்கும், உங்கள் பாட்டு ஓகே சரி இன்னொரு நாள் பார்த்துக்கலாம். അപ്പോൾ എനിക്ക് റെക്കോർഡിങ് பார்க்கணும். சரி അപ്പോൾ വോയിസ് ബൂത്തിൻ്റെ അകത്ത് ഇരുന്ന് ചിത്രയും രാജാ സാറും പാടുന്നത് ഞാൻ കണ്ടു അന്ന്. അപ്പോൾ ഞാൻ രാജാ സാറിനടുത്ത് പറഞ്ഞു എനിക്ക് ഐ ലൈക്ക് ദിസ് വേൾഡ്, എവ്രി വൺ ലൈക്ക് ദിസ് വേൾഡ്. അത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസം വിളിക്കാമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. പിന്നെ വിളിച്ചില്ല. ഞാൻ അവിടെ പോയി നിൽക്കുമ്പോഴൊന്നും പുള്ളിക്ക് ഒരു ദാറ്റ് ഈസ് ബിക്കോസ് ഹീസ് സെൻറ്റിമെൻ്റ് ആയിരിക്കാം, ബട്ട് ഓർ ഹീസ് സോ ബിസി, ഹീസ് ലൈക്ക് ഡൂയിങ് ഹൺഡ്രഡ്സ് ഓഫ് തിങ്സ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പുള്ളി നമ്മൾ റിജക്റ്റ് ചെയ്തില്ല, നമുക്ക് ഓക്കെ ഇനി ഇവിടെ വരണ്ട, നമുക്ക് നമ്മുടെ ജോലിയുണ്ടല്ലോ, പുള്ളിയുടെ പാട്ടുമുണ്ട്, പുള്ളിയുടെ പാട്ട് കേട്ടിരിക്കാമല്ലോ. അങ്ങനെ ഇരുന്നാണ്. ബട്ട് ഇറ്റ് വാസ് എ ഗ്രേറ്റ്, അതൊരു ഭയങ്കര ഒരു മൊമെൻ്റ്, എൻ്റെ ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അണ്ണാച്ചിനെ വന്ന് കണ്ടു എപ്പോഴോ, മറ്റേ രാജീവ് കുമാർ പറഞ്ഞിട്ട്. രാജീവ് കുമാറിൻ്റെ പാട്ട് കേട്ടിട്ട് രാജീവ് കുമാറിൻ്റെ കമ്പോസിങ്ങിന് എന്നെ വിളിച്ചു. ഞാൻ അന്ന് പാട്ട് ഞാൻ അണ്ണാച്ചി ജോലിയൊക്കെ കളാന്ന് പറഞ്ഞു. അപ്പോഴേ അത് പറയണ്ട, അത് ഭയങ്കര രസമായിരുന്നു. അത് ഞങ്ങളുടെ റിലേഷൻഷിപ്പ്. ആ ജോലി കളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡേ ഞാൻ ജോലി കളഞ്ഞ എൻ്റെ ഭാര്യ എന്ത് ചെയ്യും. അപ്പോൾ അന്ന് നമ്മൾ ഇളയരാജ ഇത്രയും ഭ്രാന്ത് പിടിച്ച് നടന്ന ഒരു പുള്ളി ചെയ്ത സംഭവങ്ങളൊക്കെ എന്താണ് ചെയ്തിട്ടുള്ളത് എൻ്റെ അമ്മേ. ആൻഡ് അർജുന് ഇളയരാജയുടെ പേര് അറിഞ്ഞിടുന്ന അതാണ്. ദിസ് ദ ജനറേഷൻ നെക്സ്റ്റ്. സോ പേര് ദർ ഇസ് നോ പോയിന്റ് ഇൻ എ നെയിം ആക്ച്വലി. യുനോ ഹിന്ദിയിൽ ഗുൽസാർ എഴുതിയ പോലെ നാം ഗും ജായേഗാ चेहराए बदल जाएगा, मेरी आवाज ही पहचान है, घर याद रहे. നാം ഗും ജായേഗ. പേര് മറന്നു, ഈ ഫേസൊക്കെ ചേഞ്ച് ആവും, നമ്മുടെ അപ്പിയറൻസ് ഒക്കെ പോവും. പക്ഷേ that voice, Lataji's voice, that is her identity, no? If you remember. If you don't remember, it's okay, Arjun. നിങ്ങൾ പേര് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ആ പാട്ട് അങ്ങനെ നിൽക്കും. അത്രേ ഉള്ളൂ. പേര് പറയണം മക്കളെ. ആ പേര് അതല്ല, അത് ഓക്കെ, അത് അണ്ണാച്ചി പറയുന്നത് കറക്റ്റാണ്. അത് കൊച്ചു പിള്ളേർ അത് അറിഞ്ഞിരിക്കണം. ബട്ട് സ്റ്റിൽ ഐ ആം സേയിങ് ദാറ്റ്സ് ലൈഫ്, യുനോ. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. Yeah, that is my experience. Oh, wonderful. ഷാനിക, ഒരു ഭയങ്കര രസമുള്ളൊരു ഒരു അനുഭവം ശ്രീനി സർ. ഇവര് പറഞ്ഞ പോലെ തന്നെ മോനെ, ഒന്ന് ഇപ്പം എൻ്റെ ഒരു പാട്ട് ആരെങ്കിലും എവിടെന്നെങ്കിലും പാടിയിട്ട് ഇപ്പം ഞാനത് ടി വിയിൽ കാണുമ്പോൾ ആ കുട്ടിയോട് ചോദിക്കുകയാണ് ഇതിൻ്റെ കമ്പോസർ ആരാന്ന് ചോദിച്ചിട്ട് ആ കുട്ടി ഇങ്ങനെ തപ്പുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് വിഷമാവില്ലേ? ഇനി മറക്കാതിരിക്കുക, അത്രേ പറയാനുള്ളൂ. നീ നന്നായിട്ട് പാടിയാടാ. ഈ പറഞ്ഞ പോലെ ഞാൻ ഈ പൂക്കൾ ഒക്കെയാണ് വരച്ചു വെച്ചത്. പിന്നെ ചരണം വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ചരണത്തിൽ എവിടെയെങ്കിലും ഇടറുമായിരിക്കും, പക്ഷെ അത് വലിയ കുഴപ്പമില്ലാതെ നീ പാടി കേട്ടാ. പിന്നെ എന്തൊരു പാട്ടാണ് ഇത്, എന്തൊരു പാട്ട്, എന്തൊരു സിനിമ. അയ്യോ, ഇത് ഈ സിനിമ കണ്ടിട്ടുണ്ടോ? ഈ സിനിമ കാണണം കേട്ടോ. ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സിനിമയാണിത്. അത് വേണുചേട്ടൻ പാടി വെച്ചതോ, അയ്യോ എന്ത്, നമുക്ക് ആ വേദന നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ആണ് പുള്ളി പാടി വെച്ചേക്കുന്നത്. ഇത് ഈ ഒരു റൗണ്ട് എന്ന് പറയുന്നത് ഇത് ഒരു ബ്രില്യൻറ്റ് റൗണ്ടാണിത് കേട്ടോ. ഇതിൻ്റെ ഈ റൗണ്ടിൻ്റെ ഡിസൈൻ അടിപൊളിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റൗണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി ഇതൊരു ട്രെയിനിങ് ആണ്. കാരണം ഭാവിയിൽ
ഇപ്പം ചിലപ്പോൾ ക്ലിക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില കമ്പോസേഴ്സ് അങ്ങനെയാണ്, ചിലപ്പോൾ ഒരു ശ്രുതിയും ഒരു ക്ലിക്കും മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ക്ലിക്ക് എന്നിട്ട് പിന്നെ അതിൻ്റെ അറൗണ്ട് ആയിരിക്കും നമ്മൾ ഓർക്കസ്ട്രേറ്റ് ചെയ്യുക. പാടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ചുറ്റുമായിരിക്കും നമ്മൾ പ്രോഗ്രാമിങ് ചെയ്യാം. റഹ്മാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. റഹ്മാൻ നമ്മൾ പോകുമ്പോൾ ഒരു കോഡ്സ് നമ്മുടെ കൂടെ വായിക്കും. പുള്ളി ക്ലിക്ക് മാത്രമേ കാണുള്ളൂ. കോഡ്സ് ചിലപ്പോൾ ഒരു ഗ്രൂവ് കാണും, അത്രേ ഉള്ളൂ. അപ്പൊ അത് അതെ. എന്നിട്ട് പാട്ട് പാടിക്കഴിഞ്ഞിട്ട് അതിന്റെ അറൗണ്ട് ആണ് പ്രോഗ്രാം ചെയ്യാം. കാരണം വേറെ ഐഡിയാസ് വരും. ഇപ്പൊ നമ്മളിപ്പോ ഒരു സംഭവം കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് സിംഗർ പാടുമ്പോൾ ആ പാട്ടിന്റെ കളർ മൊത്തം ചേഞ്ച് ആവും. അപ്പൊ നമ്മൾ ചിലപ്പോൾ പ്രോഗ്രാം ചെയ്തത് ഒക്കെ കുറച്ചൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടോ കോഡാണെങ്കിലും ഗ്രൂവ് ആണെങ്കിലും ഒക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റും. അപ്പൊ ഇത് ഒരു ഭയങ്കര വലിയൊരു ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും. ഈ റൗണ്ട് ഫേസ് ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു ഉഗ്രൻ ട്രെയിനിങ് ഗ്രൗണ്ട് ആയിട്ട് കാണാം ഇതിനെ. കുഴപ്പമില്ലാതെ പാടിയടാ നീ, രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭയങ്കര നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കേ, താങ്ക് യു ഷാനിക. ഇനി മാർക്ക് ചോദിക്കാം. ശരത് സർ. മോനെ 8.5 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക 8.5. താങ്ക് യു സർ. ഷെനി സർ. ഓക്കെ, സോ ടോട്ടൽ 17. താങ്ക് യു ചേച്ചി. താങ്ക് യു സർ. താങ്ക് യു ചേച്ചി. ഓക്കേ, അടുത്ത ഫാമിലി റൗണ്ടിലേക്ക് പോയാലോ? ശരത് സർ, ഷെനി സർ, റെഡി? ഇനി ഏത് പാട്ടാണ്, എന്താണ് പെർഫോമൻസ് എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. പാടാൻ വരുന്നത് അനുഷ്ക കുട്ടിയും ഫാമിലിയാണ്. ഓക്കേ, സോ ലെറ്റ്സ് വെൽക്കം അനുഷ്ക ആൻഡ് ഫാമിലി. सौ साल पहले मुझे तुमसे प्यार था, 100 साल पहले मुझे तुमसे प्यार था. ഇങ്ങനെ കൊണ്ട് വലിയ ശല്യായല്ലോ. രാത്രിയൊന്നുമില്ല പകലൊന്നുമില്ല, അയാളുടെ ഒരു ശോശാമി. ഇങ്ങോട്ട് വന്നേ. നമുക്കേ അവന്മാർക്കിട്ടൊരു പണി കൊടുത്താലോ? എന്റെ കയ്യിലെ ഒരു പരിപാടി ഉണ്ട്, നോക്കിക്കോ. തോക്ക് ഈ തോക്ക് ചീക്ക തോക്ക് അതിലിനാടിന്റെ അതിരുകാക്കണ കരുത്തന്മാരുടെ പട്ടാളം നെഞ്ചിലൊളിക്കാതെ നെഞ്ചുവേലി ചൊണ്ട് കാഞ്ചി വലിക്കണ പട്ടാളം പിള്ളാരെ മുക്കാലിൽ കെട്ടണ പട്ടാളം രാഗി പറന്നെത്തി തീമഴ പെയ്ക്കും തീപ്പൊരി പട്ടാളം വക്കണം മുക്കുമ്പോൾ ഉച്ചാളി പിള്ളാരെ മുക്കാലിൽ കെട്ടണ പട്ടാളം രാഗി പറന്നെത്തി തീമഴ പെയ്ക്കും തീപ്പൊരി പട്ടാളം പാവം പട്ടാളം
ഫാമിലി അല്ലേ? ഇവർക്ക് വേണ്ടിയിട്ട് ആ കളം കുറച്ചുകൂടി വലുതാക്കണമായിരുന്നു എന്നൊരു തോന്നൽ. അതെ, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിക്കാം. അതെ, അനുഷ്ക ആരൊക്കെയാണ് ഇവര്? ഇതച്ഛൻ അറിയാലോ. ഇത് അമ്മയുടെ കസിൻ സിസ്റ്റർ ആണ്, സഗന ചേച്ചി എന്നാണ് വിളിക്കാറ്. പിന്നെ ഇതൊക്കെ എന്റെ കസിൻസാ. ഇതൊക്കെ ആരായിട്ട് വരും? ആരൊക്കെ ആയിട്ട് മക്കളത് പറഞ്ഞു മനസ്സിലാക്കിത്താ. ഇത് അമ്മയുടെ അനിയത്തിയുടെ മോൻ. ഇവന്റെ പേര് ആദിദേവ്. ഇവൻ ധ്രുവയുടെ ക്ലാസ്മേറ്റാ. അത് ശരി. ഇത് എന്റെ കസിൻ. ഇതും എന്റെ കസിൻ വെലീഷന്റെ മോളാണ്. ഇതെന്റെ സ്വന്തം അനിയത്തി. സ്വന്തം അനിയത്തി? ഇത് വല്യച്ഛന്റെ മോളാണ്, ഇതാണ് എന്റെ സ്വന്തം അനിയത്തി. അങ്ങനെയാണ്? അതല്ല, ഇത് വെലീഷന്റെ മോള്, ഇത് എന്റെ സ്വന്തം അനിയത്തി. അതിന്റെയൊക്കെ പേര് പറഞ്ഞേ. ഇതിന്റെ പേര് ഇതിന്റെ ശ്രേയ. ശ്രേയ. ഇത് അനിറ്റ. ഓ, സ്റ്റൈൽ. ഇത് ആൻവി, അമ്മക്കുട്ടിന്ന് നമ്മൾ വിളിക്കും. ഓക്കെ. ഇത് അമ്മ, ശരണ്യ എന്നാണ് പേര്. ഇത് കൊച്ചത്തേരെ മോനാണ്. കൊച്ചത്തേരയോ എന്ന് പറഞ്ഞ അവന്റെ കസിനാണ്. ഇവന്റെ പേര് ഘനശ്യാം എന്നാണ്. ഇത് അമ്മുക്കുട്ടി, തീർത്ഥാന്ന് ഞങ്ങൾ വിളിക്കും. അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് സരീഷ്. ഓ, ശരിക്കും പട്ടാളത്തിലാണോ? അച്ഛനാ ഒരു ലുക്കൊക്കെ ഉണ്ടല്ലേ? അച്ഛൻ പറയൂ, അച്ഛൻ എന്താ ചെയ്യുന്നേ? ഞാനിവിടെ ഷോപ്പാണ്. ഞാൻ പുറത്തായിരുന്നു, ഖത്തറിലായിരുന്നു. പിന്നെ ലീവിന് വന്നാണ്. പിന്നെ ഇവിടെ പ്രോഗ്രാം ഒക്കെ ആയിട്ട് ഇവിടെ നിങ്ങൾ കൂടി. അതെ, എന്ത് ഷോപ്പ്? ഒരു ബൊട്ടിക്കാണ്. ഡ്രസ് നല്ലതാണ്. കുഴപ്പമില്ലാണ്ട് പോകുന്നു. അമ്മ എന്താണ്? അമ്മ ഫാഷൻ ഡിസൈനർ. അമ്മയാണല്ലോ എല്ലാം ഡിസൈൻ ചെയ്യുന്നത്. ഈ അമ്മ നമ്മളെപ്പോഴും പറയുന്ന അമ്മ. ഇവിടത്തെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും അവിടത്തെ സ്റ്റിച്ചിങ് ചെയ്യാൻ സമയം കിട്ടാറുണ്ടോ? കിട്ടാറുണ്ട്. ഉണ്ട് അല്ലേ? ഫുൾ തിരക്കാണ് ആള്. ഓക്കെ. അച്ഛാ, എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോം ചെയ്തിട്ട്? കുഴപ്പമില്ലാന്ന് തോന്നി. ചില മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരുന്നു. എന്താ അച്ഛന് മിസ്റ്റേക്ക് തോന്നിയേ? അല്ല, ഇവിടെ തട്ടി തടഞ്ഞു വീഴാൻ പോയി. പിന്നെ എല്ലാതും കുട്ടികളായതുകൊണ്ട് അതിന്റെ ഒരു ഫ്ലോറിൽ കയറാൻ പേടി ഉണ്ടായിരുന്നോ? എല്ലാത്തിനും ഭയങ്കര കുറുമ്പാ. എല്ലാത്തിനും ഭയങ്കര കുറുമ്പാ ഇതിനൊക്കെ. ആണല്ലേ? പട്ടാളത്തിന്റെ 2 ദിവസമായിട്ട് കൊണ്ടടക്ക ഇവരെ മേച്ചന്റെ സൗണ്ടൊക്കെ പോയി. ഓക്കെ. രണ്ടുപേരുടെ അവിടെ ഒരു പെർഫോമൻസ് ഒക്കെ ഉണ്ടോ? അടിപൊളിയായിരുന്നു. ഫുൾ ടോട്ടലി ഭയങ്കര കളർഫുൾ പെർഫോമൻസ് ആയിരുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ജഡ്ജ്മെന്റ് ചോദിക്കാം. ശരത് സർ. മക്കളെ, നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ കാണാൻ. ഈ ഡിഗ്രി പട്ടാളവും യഥാർത്ഥ പട്ടാളവും അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങളെല്ലാം നല്ല ചൊടിയായിട്ട് അവർ ചെയ്യേണ്ട പണിയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് ഏതാണ്ടടുത്ത് തിന്നുന്നുണ്ട്. എന്തായിരുന്നു അത്? തേങ്ങയോ? മുട്ട. ഇത്ര ഒരു ഓസ്ട്രിച്ചിന്റെ മുട്ടയോ? മുട്ട ഉണ്ടായിരുന്നു, മിഠായി ഉണ്ടായിരുന്നു. അത് മൊത്തത്തിൽ എന്താ പറയണ്ടേ, കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ അച്ഛൻ അതിനകത്ത് നിന്ന് ആദ്യം തലയിട്ടപ്പോൾ എനിക്കൊരു ആമയെ ഓർമ്മ വന്നു, ആ കൂടുമൊക്കെ ആയിട്ടെ. പക്ഷെ പിന്നെ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ കൊണ്ട് ആ തോക്ക് കൊണ്ട് വെച്ചിട്ട് പിന്നെ അമ്മ വന്നിട്ടുള്ള ആ ഒരു സ്നേഹപ്രകടനവും അതൊക്കെ നല്ലതായിരുന്നു. പിന്നെ അങ്ങ് പുറകോട്ട് നടന്നുകൊണ്ടല്ലേ ഇടിക്കാൻ പോയത്, അത് കുഴപ്പമില്ല. വീണ ഒരു നല്ല വീഴ്ചയായിരുന്നേനെ, അത് നടന്നില്ല. അത് കുഴപ്പമില്ല. പക്ഷെ എങ്കിലും മൊത്തത്തിൽ എന്താ പറയണ്ടേ, അത് വളരെ പോസിറ്റീവായിട്ട്. അതുപോലെ മോളി ആദ്യത്തെ ഡിങ്കിരി ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയടാ. പെർഫെക്റ്റ് ശ്രുതിയില്ല, അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അത് അമേസിങ് ആയിരുന്നു. അതുപോലെ മോളെ എനിക്ക് മോളെ ട്രെഞ്ചിൽ ഒളിക്കാനാണ്, അത് മാത്രമേ ഉള്ളൂ എനിക്ക്. ആ 2 തവണയും മോക്ക് ഒരു സുഖം ഇല്ലായിരുന്നു കേട്ടോ. അത് ട്രെഞ്ചിൽ ഒളിക്കുന്നതുകൊണ്ടായിരിക്കും, അതങ്ങനെ വിചാരിക്കാം. പിന്നെ മൊത്തത്തിൽ നല്ലൊരു ജഗപൊകയായിരുന്നു, മൊത്തത്തിൽ കൊള്ളായിരുന്നു. നന്നായിട്ട് പാടിയടി. ഡിങ്കിരി 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 പട്ടാളം, ആ നോട്ട് പെർഫെക്റ്റ് ആയിരുന്നു. അത് ഹിറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഏറെ മേലോട്ട് ഒറ്റ പോക്കാണ് പോണത്. അതിൽ ഗ്ലൈഡോ ഇതൊന്നുമല്ല, നമ്മൾ കീബോർഡിൽ വായിക്കുന്ന പോലെയാണ് അത് പോണേ. ഷാനെ, അതുകൊണ്ടൊരു കുഴപ്പവും പറ്റി. എന്തോന്നു? കാരണം എൻ്റെ അടുത്ത ലൈൻ എനിക്ക് കേൾക്കാൻ വയ്യ. ഇത് പാടി കഴിയുമ്പോൾ ഈ അണ്ണാച്ചി വിളിച്ചു അപ്പൊ അടുത്ത ലൈൻ കേൾക്കാനോ വയ്യ, ഈ ഒച്ചയിടല് കാരണം. ഇംപ്രസ്ഡ് ആയിട്ടേ, ഇഷ്ടപ്പെട്ടിട്ട്. അപ്പൊ അടുത്ത ലൈൻ കേൾക്കണ്ടേ. ഞാൻ നോക്കി ഇവിടുത്തെ ഒരു കരച്ചിൽ കേൾക്കുന്നു. ഞാൻ നോക്കുമ്പോൾ അണ്ണാച്ചി അത് നല്ലതാ കേട്ടോ. ഈ അണ്ണാച്ചി ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കൂവിക്കുന്നത് നല്ലതാ. അത് പെർഫെക്റ്റ് ആയിട്ട് മോള് ഹിറ്റ് ചെയ്തു മോളെ. ബാക്കി പിന്നെ ശരത്തേട്ടൻ പറഞ്ഞ ഒരു ട്രെഞ്ചിന്റെ ഒരു ഇത്, അതർവൈസ് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഈ മൊത്തത്തിലുള്ള ഒരു ആക്ട് ഉണ്ടല്ലോ, അതായത് സ്റ്റേജ് അങ്ങ് നിറഞ്ഞു നിന്നു.
കുറെ കുട്ടികളും പട്ടാൾക്കാർ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ഓട്ടം ചാട്ടം ഡാൻസ് കൊറിയോഗ്രാഫി എല്ലാം അടിപൊളിയാണ്. ഭയങ്കര കളർഫുൾ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. എല്ലാവരും നിങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ചു. അച്ഛനും അമ്മയും പൊളിച്ചു, പിള്ളേരും പൊളിച്ചു, എല്ലാവരും പൊളിച്ചു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ശ്രേണി സർ. സാർ ഞങ്ങൾക്ക് ഒന്നുകൂടെ കേൾക്കണത്. അത് പറ്റത്തില്ല. അത് ഇനി അത് അപ്പത്തെ ഒരു എക്സൈറ്റ്മെന്റിലാണ് സിംഗിങ്ങിന്. ഇപ്പൊ ഞാൻ പറഞ്ഞ ശരിയായില്ലേ മോളെ? ഒച്ചയും ബഹളമായിരുന്നു. പെർഫെക്റ്റ് ആയിട്ട് പാടി. അതൊക്കെ ഈ കല്യാണിയാണ് പാടിയിരിക്കുന്നത് ഈ പാട്ട്. കല്യാണി ഷീസ് എ ഫാബുലസ് സിംഗർ, അസാധ്യ സിംഗറാണ്. അതുപോലെ തന്നെ പാടി, ഇമിറ്റേറ്റ് ചെയ്തതല്ല, പക്ഷെ അത് പെർഫെക്റ്റ് ആയിട്ട് പാടി. വേറെ ഒന്നുമില്ല. അതായത് അനുഷ്ക എൻജോയ് ചെയ്തു ഈ പാട്ട്. എൻജോയ് ആ സ്വിങ്, യു ആർ എൻജോയിങ് ഇറ്റ്. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ബാക്കി ശരിയായോ തെറ്റായോ അതൊക്കെ ഓക്കെ, അത് കറക്റ്റായിട്ട് വന്നാൽ സൂപ്പർ. ആൻഡ് ഐ ലവ് ദ പെർഫോമൻസ്. അയ്യോ, ആ കുട്ടികളൊക്കെ കലക്കി കേട്ടാ, കലക്കി. ആൻഡ് ഓൾസോ ഓഫ്കോഴ്സ് അച്ഛനും അമ്മയും ആ റൊമാൻസ് ഒക്കെ കൊള്ളായിരുന്നു. റൊമാൻസ് ഇപ്പോഴും ഉണ്ടല്ലോ. അമ്മയ്ക്ക് ഭയങ്കര നാണായിരുന്നു ആക്ട് ചെയ്യാന്. പിന്നെ ഇങ്ങനെ തള്ളി 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 വിട്ടിട്ടാണ് ആക്ട് ചെയ്തത്. അല്ല, നന്നായിട്ട് ഇറ്റ് വാസ് റിയൽ. ദാറ്റ് റൊമാൻസ് ഒരു റിയാലിറ്റി ഉണ്ടായിരുന്നു അതിൽ. നൈസ് ടു സീ മാരീഡ് പീപ്പിൾ ബീങ് റൊമാൻറ്റിക്. വീട്ടില് ഭയങ്കര റൊമാൻസ് ആണോ? അയ്യോ അല്ല, അടിപിടിയാന്ന്. അതായിരുന്നു നന്നായിരുന്നു. ഇറ്റ് വാസ് ഗ്രേറ്റ്. ഓക്കെ, താങ്ക് യു സർ. ഇനി മാർക്സ് ചോദിക്കാം. ഓക്കെ, ഷാനിക്ക. അനുഷ്ക എന്തോ 9. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. അനുഷ്ക എന്തോ 9. താങ്ക് യു സർ. സോ ടോട്ടൽ 18 മാർക്സ്. ഈ അണ്ണാച്ചി 500 എങ്ങാണ്ട് എഴുതിയിട്ടേക്കുന്നു. സർ ഇട്ടു. പിന്നല്ല. ഓക്കെ, അപ്പൊ എന്തായാലും സൂപ്പർ. ഇതുപോലെ തന്നെ പോട്ടെ ബാക്കി 2 റൗണ്ട്സും. ഓക്കെ, താങ്ക് യു അച്ഛ, താങ്ക് യു അമ്മേ, കുട്ടികൾ, ഗൈസ് പൊളി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സിന് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുഡ്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. സോ ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് പെർഫോമൻസ് നാടൻ പാട്ടോടുകൂടി അങ്ങോട്ട് അവസാനിപ്പിക്കാം. എന്ത് പറയുന്നു? പിന്നെ തീർച്ചയായിട്ടും എന്നാ വിളിക്കട്ടെ. നല്ല ഐഡിയ. ആരാന്നറിയോ? വേഴ്സറ്റൈൽ സിംഗർ. ആരാ? ഫാൻ. ആരാ? പാർവണ. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം പാർവണ. ರಸಯ್ಯಯ್ಯೋ ರಾಜ ರಸೆಯ ಯಾರೋ ರಾಜಕುಮಾರಗ. 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 ಇಂಬಿ ಮುಳ್ಳೋ ನಾರಗ ಮುಳ್ಳೋ ಶೇಷಂಬಗ ಮಗದಾರಿಗ ಬೊಬ್ಬೊಬ್ಬೊ. 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 ರಸಯ್ಯಯ್ಯೋ ರಾಜ ರಸೆಯ ಯಾರೋ ರಾಜಕುಮಾರಗ. ರಸಯ್ಯಯ್ಯೋ ರಾಜ ರಸೆಯ ಯಾರೋ ರಾಜಕುಮಾರಗ. ಕುಟ್ಟುಳ್ಳ ಗುಳ ಕುದಿರಿ ಅಣ್ಣ ನಿನ್ನಮ್ಮ ದಾರಿಗ ನಿನ್ನಮ್ಮ ಲೀಲೆ. ಕುಟ್ಟುಳ್ಳ ಗುಳ ಕುದಿರಿ ಅಣ್ಣ ನಿನ್ನಮ್ಮ ದಾರಿಗ ನಿನ್ನಮ್ಮ ಲೀಲೆ. ಕುಟ್ಟುಳ್ಳ ಗುಳ ಕುದಿರಿ ಅಣ್ಣ ನಿನ್ನಮ್ಮ ದಾರಿಗ ನಿನ್ನಮ್ಮ ಲೀಲೆ.
പുട്ടുള്ള കുള കുതിരിയണ നിന്നമ്മ നിന്നമ്മ നിന്നമ്മലിലെ പുട്ടുള്ള കുള കുതിരിയണ നിന്നമ്മ ദാരിക നിന്നമ്മ നിന്നമ്മ നിന്നമ്മലിലെ ദിസുന്താഴോ രാജ ദിസുന്ദഴാഴോ രാജകുമാരക ദിസുന്താഴോ രാജ ദിസുന്ദഴാഴോ രാജകുമാരക രസയയ്യോ രാജ രസയാരോ രാജകുമാരക രസയയ്യോ രാജ രസയാരോ രാജകുമാരക ലോടി വനാരദ ലോടി വനാരദ ലല്ലക്കാലോടി വനാരദ ലോടി വനാരദ ലല്ലക്കാലോടി വനാരദ ലോടി വനാരദ താനാരോ ബോബോ കണ്ണേ ആരാരോ ബോബോ കണ്ണേ താനാരോ ബോബോ കണ്ണേ ആരാരോ ബോബോ കണ്ണേ ദേശുന്താഴോ രാജ ദേശുന്ദഴാഴോ രാജകുമാരക രസയയ്യോ രാജ രസയാരോ രാജകുമാരക രസയയ്യോ രാജ രസയാരോ രാജകുമാരക രസയയ്യോ രാജ രസയാരോ രാജകുമാരക മല്ലികെ കേൾക്കുമ നല്ല ശേഷം വക മക ദാരിക ബൊബൊബൊ മല്ലികെ കേൾക്കുമ നല്ല ശേഷം വക മമ ദാരിക ബൊബൊബൊ മല്ലികെ കേൾക്കുമ നല്ല ശേഷം വക മമ ദാരിക ബൊബൊബൊ ദേശുന്താഴോ രാജ ദേശുന്ദഴാഴോ രാജകുമാരക ദേശുന്താഴോ രാജ ദേശുന്ദഴാഴോ രാജകുമാരക ദേശുന്താഴോ രാജ ദേശുന്ദഴാഴോ രാജകുമാരക രസയയ്യോ രാജ രസയാരോ രാജകുമാരക രസയയ്യോ രാജ രസയാരോ രാജകുമാരക രാജ രസയാരോ രാജകുമാരക ഇമ്പിമുള്ള നരകമുള്ളോ ശേഷം വക മക ദാരിക ബൊബൊബൊ 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 രസയയ്യോ രാജ രസയാരോ രാജകുമാരക രസയയ്യോ രാജ രസയാരോ രാജകുമാരക ആസ് യൂഷ്വൽ എപ്പോഴത്തെ പോലെ പൊളിച്ചു. അടിപൊളി. താങ്ക് യു. വിത്ത് ഡാൻസേഴ്സ്. പക്ഷേ കുറച്ച് ഡാൻസ് എവിടെയോ കുറഞ്ഞു പോയോന്ന് എനിക്കൊരു സംശയം. ഇല്ലാതില്ല. അത് എന്താ വെച്ചാല് ഈ പാട്ടിൽ എല്ലാത്തിന്റെ റിപ്പീറ്റ് ഞാനും കൂടെ പാടണം. ഓ, അപ്പൊ എനർജി സേവിങ്. ആ മോഡിലായിരുന്നു കുഞ്ഞ്. എനർജി സേവിങ് മോഡിലായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു. ഷാനിക്ക മോളെ എന്തോ മോളെ പാർവണ പിന്നെ എപ്പോ വന്നു കഴിഞ്ഞാലും അടിപൊളിയാണ്. താങ്ക് യു സർ. അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ഈ പാട്ടിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ ടോണിൽ പാടുക എന്നുള്ളതാണ്. ആ ടോണിലല്ല ഇത് പാടുന്നതെങ്കിൽ ഈ പാട്ട് ഒരു രീതിയിലും വർക്ക് ആവില്ല. ശ്രുതി പ്രശ്നങ്ങളുണ്ട്, കുറെ ഭാഗങ്ങളിലൊക്കെ ശ്രുതി ശരിയായിട്ടുണ്ട്. പക്ഷെ ഈ ഫോക്കിന്റെ ഒരു വൈബ് ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. നിങ്ങൾ എല്ലാവരും കൂടെ താങ്ക് യു സർ. ആകെ ഇതിനൊരു കുറവ് എന്ന് പറയാനുള്ളത് നീ നോക്കിയല്ലോ അങ്ങോട്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും വൻ കോറസ് ടീം ഇവിടെ അടിച്ചു പൊളിച്ചിട്ട് അവിടെ ചെന്ന് ഇരിക്കണേന്ന്. അതെ, നിങ്ങളുടെ കോറസിന്റെ കോർഡിനേഷൻ കുറച്ചുകൂടെ നന്നാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മൊത്തം അവിടെ തപ്പലായിരുന്നു. നിങ്ങളിത് അന്ധവിദ്യാലയത്തിൽ നിന്ന് വന്നതാണ്. എടുത്തു കളയടേ. നിങ്ങളുടെ കണ്ണൊക്കെ കാണണ്ട, നല്ല ചന്തമുള്ള കണ്ണുള്ള പിള്ളേർ ഇപ്പൊ കറുപ്പ് വിട്ടിരിക്കുക. ഇതായിരുന്നല്ലേ. ഓ, എനിക്ക് കോറസും പാർവണിയും തമ്മിലുള്ള ഒരു കോർഡിനേഷനിൽ ഒരു പ്രശ്നം തോന്നി. കാരണം കുറെ തപ്പല്, എന്തോ വരി അവിടെ മിക്സ് ആയി പോയി, അങ്ങനെയുള്ള കുറച്ച് അറ്റകുറ്റപ്പണികൾ അവിടെ സംഭവിക്കുന്നതായിട്ട് കണ്ടു. അതർവൈസ് കുഴപ്പമൊന്നുമില്ല എന്നോട്. ഇത് ടോണാണ് ഈ സോങ്ങിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അത് ടോൺ വൈസ് ഇറ്റ് വാസ് റിയലി ഗുഡ്. ശ്രുതി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോയിട്ടുണ്ട്. അതർവൈസ് നല്ലായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ശരത് സർ. മക്കളെ, ഓ ഫാനേ, ഓ
വളരെ നല്ല രസമുണ്ടായിരുന്നടാ. കാരണം നല്ലൊരു എന്താ പറയണ്ട, ഒരു നല്ല ഓളമുള്ള ഒരു പാട്ടാണ്. അതിൻ്റെ അതിനൊരു വൈബ് ഉണ്ടല്ലോ. അവള് നന്നായിട്ട് തന്നെ പാടി. ഇനി ഇതൊക്കെ എങ്ങനെ ഓർമ്മ വെച്ചിരുന്നു കുഞ്ഞിയോ? അബ്ബോ വല്ലാതെ നമ്മളെ ഒരു വാ വാ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത്രയ്ക്ക് ആദ്യം. പക്ഷെ എങ്കിലും നല്ല രസം അത് കേൾക്കാൻ അവള് പാടുമ്പോൾ. അതിപ്പോ ഷാൻ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു എന്താ പറയണ്ട, അതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. ശ്രുതി ഒരു ഇഷ്യൂ ആണ് എങ്കിലും അത് അത് കുറച്ചൊക്കെ കണ്ണടയ്ക്കാം. പക്ഷെ കണ്ണടയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ മോൾ ലാസ്റ്റ് പല്ലിവേ ആയപ്പോഴത്തേക്ക് ഉണ്ടായിരുന്നു ശ്രുതി പ്രോബ്ലം കേട്ടോ. അത് നോക്കിക്കൊള്ളുക. ബാക്കിയൊക്കെ നല്ല ഒരു മൊത്തത്തിലൊരു ചന്തമുള്ള പെർഫോമൻസ് ആയിരുന്നു അവിടെ. നല്ല കാണാനും കേൾക്കാനും. പിന്നെ നീ ഒരു ചക്കരയല്ലേ നമ്മുടെയൊക്കെ, മിടുക്കിയാ നീ കേട്ടോ. ഇങ്ങനെ തന്നെ പോകുമ്പോളെ ഡെഫിനറ്റായിട്ട് ഒരു നല്ല ഇടത്തിലെത്തുന്നേ. അത് നമുക്കൊക്കെ അതിൻ്റെ ഒരു മണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു ശരത് സർ. ശ്രീനി സർ, എനിക്ക് വലിയ ഇഷ്ടമായി. I loved your performance. Very nice. എനിക്ക് അതായത് ഈ വേർഡ്സ് എന്നുള്ള കാര്യം സംടൈംസ് പാട്ടിൽ അതൊരു മീറ്റർ പോലെ അങ്ങനെ പോവും എപ്പോഴും. അതാണ് സംടൈംസ് അത് ചില പാട്ടുകൾക്ക് വേർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ഈ ഫോക്കിലൊക്കെ അവരെന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ സൗണ്ടാണ്. അതായത് ആ പാട്ടിൻ്റെ ആ സൗണ്ടോട് ചേർന്നിട്ട് അവരെഴുതുമ്പോൾ എന്തൊരു രസമാണത്. ആൻഡ് ഇറ്റ്സ് സച്ച് ഫൺ. ആ എനർജി ഭയങ്കരമായിരുന്നു. എൻറ്റയർ ടീമിൻ്റെ എനർജി, ഡാൻസേഴ്സ് ആൻഡ് യു, ഒരു വൈബ്രന്റ് ആയിട്ട് ഒരു സാധനം കൊണ്ടുവന്നു. എനിക്ക് വലിയ ഇഷ്ടമായി. ഗ്രേറ്റ്, വൈബ്രന്റ്. താങ്ക് യു ശ്രീനി സർ. ഇനി മാർക്സ് ചോദിക്കാം. ശരത് സർ, are you ready? Yeah, I am ready with my marks. മക്കളെ 8.5 മാർക്ക്. താങ്ക് യു ശരത് സർ. ഷാനിക 8.5. താങ്ക് യു സർ. ശ്രീനി സർ. ഓക്കെ, സോ ടോട്ടൽ 17 മാർക്സ്. ഓക്കെ, അപ്പോൾ ബാക്കി റൗണ്ട്സും നമുക്ക് പൊളിക്കണം. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ പാർവണയുടെ ആ ഒരു എനർജറ്റിക് പെർഫോമൻസോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ പോയി കിടന്ന് ഉറങ്ങിക്കോളാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ബൈ.